ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ്, ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് സ്പെയിൻ ജയിച്ചു. ആ ലോകകപ്പിലെ ചില മത്സരങ്ങൾ, ഏതാണ്ട് 7ഓളം മത്സരങ്ങൾ നിരീക്ഷണത്തിലാണ്. അതായത് വാതുവയ്പ് നടന്നു എന്ന സംശയമുണ്ട്. അത് ആ നിരീക്ഷണം ഗ്രൂപ്പ് ഓഫ് കോപ്പൻഹാഗൻ ഗ്രൂപ്പിൻ്റേതാണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര ബോഡിയാണ്, സ്വതന്ത്ര സംഘടനയാണ്. അത് ഇത്തരം മാച്ച് ഫിക്സിങ്ങുകൾ, കളിയുമായി ബന്ധപ്പെട്ട ഫുട്ബോളൊക്കെയുമായി ബന്ധപ്പെട്ട മാച്ച് ഫിക്സിങ്, അതായത് വാതുവയ്പ്, അതുപോലെ ഒത്തുകളി, ഇതെല്ലാം സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ഒരു സംഘടനയാണ്. അവർ യൂറോപ്യൻ കൗൺസിലിനാണ് അവർ റിപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായ കോപ്പൻഹാഗൻ ഗ്രൂപ്പ് 7 കളികൾ പിന്നെ വാതുവയ്പുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. അതിൽ 2 കളികൾ സ്പെയിനിൻ്റേതാണ്. സ്പെയിനിൽ ഉൾപ്പെട്ട കളികളാണ് വാതുവയ്പ് നിരീക്ഷണത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ആ കളികൾ ആദ്യത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരം കേപ്പ് വെർദെക്കെതിരായ മത്സരമായിരുന്നു സ്പെയിനിൻ്റെ. അത് കേപ്പ് വെർദെയും സ്പെയിനും, കുഞ്ഞൻ രാജ്യമായ കേപ്പ് വെർദെ സ്പെയിനെ സമനിലയിൽ തളച്ചിരുന്നു. അന്ന് ആ കളിക്ക് മുമ്പ് വലിയ തോതിൽ വാതുവയ്പ് നടന്നിരുന്നു. മാച്ച് ഫിക്സിംഗ് ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ വാതുവയ്പ്, ബെറ്റിംഗ് ധാരാളമായിട്ട് നടന്നിരുന്നു. അതായത് കേപ്പ് വെർദെയെ തോൽപ്പിക്കാൻ സ്പെയിനിന് കഴിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേർ പണം മുടക്കി വാതുവയ്പ് നടത്തിയിരുന്നു, ബെറ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരം ഒടുക്കം സമനിലയിലാണ്. ഇരു ടീമുകളും ഗോളടിക്കാതെ സമനിലയിലാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിരീക്ഷണത്തിലാണ് ആ മത്സരം. ഒപ്പം മറ്റൊന്ന്, സ്പെയിൻ ഉൾപ്പെട്ട സൗദി അറേബ്യക്കെതിരായ മത്സരം. അതിൽ ഫെറാൻ ടോറസ് അടിച്ച ഒരു ഗോള് നിഷേധിച്ചിരുന്നു. അടിച്ച ഗോള് ഡിസലോ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതും വലിയ വാതുവയ്പ്, അതായത് ഫെറാൻ ടോറസിൻ്റെ ഗോള് ഡിസലോ ചെയ്യും എന്നുള്ള നിലയിൽ ആ രീതിയിലൊക്കെ വലിയ വാതുവയ്പും പിന്നെ ബെറ്റിങ്ങും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. സംശയങ്ങൾ മാത്രമാണ്, അതൊന്നും ഉറപ്പല്ല. അപ്പോൾ ഈ സ്പെയിൻ ഉൾപ്പെട്ട 2 മത്സരങ്ങളെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അത് പക്ഷേ അവരുടെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ യെല്ലോ അലർട്ടാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതായത് കുറച്ച് പ്രശ്നമാണ് എന്നുള്ളതാണ്. ഗ്രീൻ അലർട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കളിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. യെല്ലോ അലർട്ടാണെങ്കിൽ കുറച്ചുകൂടി എന്തൊക്കെയോ സംശയിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. പിന്നീട് വരുന്ന ഓറഞ്ച് അലർട്ടാണ്, അത് കുറച്ചുകൂടി തീവ്രമായ പ്രശ്നങ്ങളുള്ളതായിട്ടാണ് കണക്കാക്കുക. പിന്നീട് വരുന്ന റെഡ് അലർട്ടാണ്, അത്യന്തം തെറ്റായ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് റെഡ് അലർട്ട്. അപ്പോൾ ഇതിൽ യെല്ലോ അലർട്ടാണ്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ലെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നു. എന്നാലും കോപ്പൻഹാഗൻ ഗ്രൂപ്പ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് സ്പെയിൻ, ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ഉൾപ്പെട്ട 2 മത്സരങ്ങളാണ് കോപ്പൻഹാഗൻ ഗ്രൂപ്പിൻ്റെ നിരീക്ഷണത്തിലുള്ളത്. അതിൽ എന്താവും അന്തിമമായി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ വയ്യ. പക്ഷേ അത് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. റിപ്പോർട്ട് വായിക്കുമ്പോൾ, വാർത്ത അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസിൻ്റെ അറ്റ്ലാന്റയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ആ റിപ്പോർട്ടിൽ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സ്പെയിനിൻ്റെ 2 മത്സരങ്ങൾ നിരീക്ഷണത്തിലാണ്.